ഈ ലാലേട്ടൻ ഓടിക്കുന്ന ബൈക്കിന്റെ പെട്രോൾ ടാങ്കിലാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത് എപ്പോഴാണ് അറിഞ്ഞത്? എന്നെ ഫസ്റ്റ് മണിയമ്പിൾ രാജയുടെ ഈ സിനിമയ്ക്ക് വിളിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. മണി, ഞാൻ ചോട്ടാ മുംബൈ എന്നൊരു സിനിമ ചെയ്യുന്നു, അതിൽ നിനക്കൊരു ക്യാരക്ടർ ഉണ്ട്. കാരണം ഞാൻ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞു. കാരണം രാജമാണിക്യത്തിന് ശേഷം അൻവർ റഷീദ് സാർ ചെയ്യാൻ പോകുന്നു, മണിയമ്പിൾ രാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എത്ര കാലത്തിന് ശേഷം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആർട്ടിസ്റ്റ് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു. ഏത് ക്യാരക്ടർ എന്നും ചോദിക്കുന്നില്ല, എപ്പോഴാണ് ഡേറ്റ്? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് സൈനുവാണ്. ഈ ക്യാരക്ടറിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ കൊണ്ടുവരുന്ന പോലെ ലാലേട്ടൻ ബുള്ളറ്റിൻ്റെ മണ്ടയിലെടുത്ത് മണിക്കൊണ്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ബാക്കി പറയുന്നതിന് മുമ്പ് അടുത്ത ഞാൻ വേറെ ഒന്നും പറയണ്ട, നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാം. അപ്പം അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മലയാള സിനിമ നായികമാര് പോലും അങ്ങനത്തെ കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അത് പക്ഷെ എന്താ പറയുക, ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹത്തിന്റെ ഒരു നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല സൈസുള്ള ഒരാളാണ്. അങ്ങനെ ഒന്നുമാതെ ബുള്ളറ്റ്, പഴയ ബുള്ളറ്റ് ഓടിക്കാൻ പാട്, അതിൽ എന്നെ ഇങ്ങനെ ഇരുത്തണം, ബാക്കിൽ ബിച്ചുക്കുട്ടൻ മറ്റേ എഴുന്നേറ്റ് വരുന്നു കുടം വെള്ളം, ഇത് ബാലൻസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ ഈ ബുള്ളറ്റ് കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ തിരിക്കും, ആരാടാ ഇവനെ അടിച്ചേ, അത് ലാൽ സാറാണ് പറഞ്ഞത്. അത് തിരിയാൻ ഭയങ്കര പാടാ. കാരണം ഞാൻ എന്തോ ഒരു പ്രോപ്പർട്ടി അപ്പൊ ഞാൻ പറയും, സാർ എനിക്ക് തിരിയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല സാർ, നീ ഇരുന്നാൽ മതി, ഞാൻ തിരിച്ചു തരാമെന്ന് പറയും. പുള്ളി ഒറ്റ തിരിപ്പ്. എൻ്റെ ശരീരത്ത് ഒരു രീതിയിലുള്ള വേദന പോലും അനുഭവിക്കാതെ അത് തിരിച്ചു നിർത്തിയിട്ട് അത് ചോദിച്ചു. അതൊക്കെ പുള്ളി എങ്ങനെയാണത് ഈ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സീനിനെ സിങ്ക് ആവുന്ന രീതി ചെയ്യണം.